ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, യുദ്ധസമയത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പോലും. നിങ്ങൾക്ക് നല്ല സമുദ്രങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യില്ല, പക്ഷെ അത് നിങ്ങൾ ഭാവിയിൽ ഫീൽ ചെയ്യും. ഞങ്ങളോട് പറഞ്ഞു തരണ്ട, ഞങ്ങൾ എന്ത് ഫീൽ ചെയ്യണം. അനുഗ്രഹിച്ച് ഞങ്ങളിവിടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുകയാണ്. ഞങ്ങളോട് പറയണ്ട ഞങ്ങൾ എന്ത് ഫീൽ ചെയ്യണോ. ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കേണ്ട നിലയിലല്ല നിങ്ങളുള്ളത്. ഇതോർക്കുക, ഞങ്ങൾ എന്ത് ഫീൽ ചെയ്യും എന്ന് നിർദ്ദേശിക്കാനുള്ള നിലയിലല്ല നിങ്ങളുള്ളത്. ഞങ്ങളത് നല്ല രീതിയിൽ ഫീൽ ചെയ്യോളാം. ഞങ്ങളത് നല്ല രീതിയിലും വളരെ ശക്തമായി ഫീൽ ചെയ്യും. നിങ്ങൾ നല്ലൊരു നിലയിലല്ല ഉള്ളത്. നിങ്ങൾ നിങ്ങളെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാക്കി. അതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. യുദ്ധത്തിന്റെ തുടക്കം നിങ്ങൾ നല്ല നിലയിലല്ല ഉള്ളത്. നിങ്ങളുടെ അടുത്ത് അതിനുള്ള കാർഡില്ല. ഞങ്ങളുടെ കൂടെ നിങ്ങൾ കാർഡ് കളിക്കുകയല്ല. ഇപ്പം നിങ്ങൾ കാർഡ് കളിക്കുകയാണ്. നിങ്ങൾ കോടിക്കണക്കിന് ജനതയുടെ ജീവൻ വെച്ച് ചൂതാട്ടം കളിക്കുകയാണ്. നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം വെച്ച് ചൂതാട്ടം കളിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ രാജ്യത്തിനോട് അനാദരവ് കാണിക്കുകയാണ്. ജനങ്ങൾ എത്ര പറഞ്ഞു അതിൽ കൂടുതൽ കൊടുത്ത ഈ രാജ്യത്ത്. താങ്കൾ ഒരിക്കലെങ്കിലും ഈ മീറ്റിംഗിൽ താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് തവണ. അല്ല, ഈ മൊത്തം മീറ്റിംഗിൽ താങ്കൾ ഇതുവരെ താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ ഒക്ടോബറിൽ പെൻസിൽവേനിയയിൽ പ്രതിപക്ഷത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തി. എന്നാൽ ഇപ്പോൾ താങ്കളുടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ അമേരിക്കയും അതിൻ്റെ പ്രസിഡന്റിനെയും ഒന്ന് അഭിനന്ദിച്ചൂടെ? പ്ലീസ്. താങ്കൾ കരുതുന്നുണ്ടോ താങ്കൾ യുദ്ധത്തെക്കുറിച്ച് ഇത്ര ഒച്ചത്തിൽ സംസാരിച്ചത്? അവൻ ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ രാജ്യം വലിയ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ രാജ്യം വലിയ കുഴപ്പത്തിലാണുള്ളത്. നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. പ്രസിഡന്റ്, യുദ്ധത്തിന്റെ തുടക്കം തൊട്ടേ ഞങ്ങൾ രാജ്യത്ത് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. ഞങ്ങൾ തനിച്ചായിരുന്നു. ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞാൻ ഈ ക്യാബിനറ്റിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ആ പൊട്ടൻ പ്രസിഡന്റിലൂടെ $350 ബില്യൺ മിലിറ്ററി എക്യുപ്മെന്റ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പട്ടാളം ധൈര്യശാലികളാണ്, പക്ഷേ അവർക്ക് ഞങ്ങളുടെ സഹായം വേണ്ടി വന്നു. നിങ്ങൾക്ക് ഞങ്ങളെ മിലിറ്ററി എക്യുപ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരു 2 ആഴ്ച കൊണ്ട് അവസാനിച്ചേനെ. 3 ദിവസം കൊണ്ട്. ഞാൻ ഇത് പുട്ടിൻ്റെ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട്. 3 ദിവസം കൊണ്ട്, ചിലപ്പോൾ അതിലും കുറയും. തീർച്ചയായും. അതെ, ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് നല്ലതാണ്. ഇതിൻ്റെ ജനങ്ങൾ അറിയുന്നത് എന്താ നടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കണം. നിങ്ങളുടെ അടുത്ത് കാർഡില്ല. നിങ്ങൾ മണ്ണ് മൂടിയിരിക്കുകയാണ്. നിങ്ങളുടെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പട്ടാളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ നല്ല. എന്നിട്ട് നീ പറയും എനിക്ക് വെടിനിർത്തൽ വേണ്ട, എനിക്ക് പോകണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. നോക്ക്, നിങ്ങൾക്കിപ്പോൾ വെടിനിർത്തൽ കരാർ കിട്ടുകയാണെങ്കിൽ അത് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളറ്റുകൾ പറക്കുന്നതും നിങ്ങൾക്ക് വെടിനിർത്തൽ വേണ്ട. വെടിനിർത്തൽ ആയുധങ്ങളെക്കാട്ടും ഈസിയായി കിട്ടും. ചോദിക്കൂ, അവർക്ക് വെടിനിർത്തലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെന്റെ കയ്യിലായിരുന്നില്ല. അത് ആ ബൈഡൻ എന്ന് പേരുള്ള അയാളുടെ കയ്യിലായിരുന്നു. ആ വ്യക്തി അത്ര സ്മാർട്ടായിരുന്നില്ല. അത് നിങ്ങളുടെ പ്രസിഡന്റ്. അത് ഒബാമയായിരുന്നു. അയാളാണ് നിങ്ങൾക്ക് ഷീറ്റ് തന്നത്. ഞാൻ നിങ്ങൾക്ക് ജാവലിൻ തന്നു ആ പട്ടാള ടാങ്കറിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. ഒബാമ നിങ്ങൾക്ക് ഷീൽഡ് തന്നു. ആ നിലപാട് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഒബാമ ഷീൽഡ് തന്നു, ട്രംപ് നിങ്ങൾക്ക് ജാവലിൻസ് തന്നു. നിങ്ങൾ എന്നോട് കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം. നിങ്ങളടുത്ത് കാർഡ്സ് ഇല്ല. ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് കാർഡ്സ് കിട്ടും, പക്ഷെ ഞങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒരു കാർഡ്സും ഇല്ല. നിങ്ങളെന്താണ് പറയുന്നത്? അവർ ചോദിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയാൽ എന്തായാലും എന്താണ്? ഇപ്പൊ നിങ്ങളുടെ തലയിൽ ഒരു ബോംബ് പോവുകയാണെങ്കിൽ എന്താണ്? അവരെന്തിനു ലംഘിച്ചു? എനിക്കറിയില്ല. അവരത് ലംഘിച്ചത് ബൈഡൻ ഉള്ളപ്പോഴാണ്. കാരണം ബൈഡനെ അവര് റെസ്പെക്ട് ചെയ്തില്ല. അവർ ഒബാമയും റെസ്പെക്ട് ചെയ്തിരുന്നില്ല. അവർ എന്നെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പുട്ടിന് എന്നിലൂടെ ഒരുപാട് മോശപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അയാൾ ഇതൊക്കെ ലംഘിച്ചത് ഒബാമയും ബുഷും എല്ലാം ഉള്ളപ്പോൾ ആയിരിക്കാം. ചിലപ്പോൾ ബൈഡനായിട്ടും ആയിരിക്കാം. എനിക്കറിയില്ല. ചെയ്തിട്ടില്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാനുമായിട്ട് ലംഘിച്ചിട്ടില്ല. എനിക്കറിയില്ല ഇനി ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ഒരു കരുത്തനാക്കി. പക്ഷെ ഞാൻ കരുതുന്നില്ല നിങ്ങൾ അത്ര കരുത്തനായിരിക്കും അമേരിക്കയെ കൂടാതെ. നിങ്ങളുടെ ജനങ്ങൾ ധൈര്യശാലികളാണ്. നിങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പുറത്തു പോവാം. ഞങ്ങൾ പുറത്തു പോയാൽ നിങ്ങൾ പോരാടേണ്ടി വരും. പക്ഷെ ആ പോരാട്ടം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പോരാടേണ്ടി വരും. നിങ്ങളടുത്ത് ആ കാർഡില്ല. നിങ്ങൾ ആ ഡീല് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല നിലയിലാവും. സത്യത്തിൽ നിങ്ങൾ ഇതുവരെ നന്ദി കാണിച്ചിട്ടില്ല. അത് നല്ലൊരു കാര്യമല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. All right.